ടൊവിനോ തോമസ് ഒരു സിനിമയിൽ പറയണ്ടല്ലോ, അതേപോലെ നമുക്ക് ഒരു പീസ് പൊറോട്ട എടുക്കുക, എന്നിട്ട് അതിങ്ങനെ പിടിക്കുക, എന്നിട്ട് അത് ഉണ്ടല്ലോ അങ്ങനെ. ഹായ് നമസ്കാരം. ഞാനിപ്പോൾ വയനാട്ടിലുള്ള കേട്ടോ. കുറേ കാലമായിട്ട് നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വയനാട് ബത്തേരിയിലുള്ള മജീദ് ഖാൻ്റെ ബീഫിൻ്റെ ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ കഥകൾ, ആ വിശേഷങ്ങൾ. അപ്പോൾ ഇന്ന് എന്തായാലും വയനാട്ടിലേക്ക് ഇറങ്ങി. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് കയറിയിട്ട് ഇവിടുത്തെ രുചിവിശേഷങ്ങൾ അറിയാം എന്നുള്ള ആ ഒരു ഇതിൽ വന്നിട്ടുള്ളതാണ്. ഇവിടെ വന്ന് നോക്കിയപ്പം ഭയങ്കര തിരക്കാണ് കേട്ടോ. ഇതാണ് നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര ഒരു ഹോട്ടലാണ്, വലിയൊരു ഹോട്ടലാണെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ കാണുമ്പോൾ എന്തായാലും ഒരു ഗ്രാമപ്രദേശത്തുള്ളൊരു കുഞ്ഞു ഹോട്ടലാണ്. നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് കയറി നോക്കാം. ഇതാണ് മജീദ് ക. ഹായ് മജീദ് ക, പണിയിലാണോ? പണിയില്ല. ഇതെന്താ ചെയ്യുന്നേ? പത്തിരി ഉണ്ടാക്കുക. പത്തിരിയാ? ആ ഓക്കെ. അടുപ്പത്ത് ഇഷ്ടംപോലെ സാധനം ഉണ്ടല്ലോ. ബീഫ് പോട്ടി. ഇതെന്താ ഈ കറിവേപ്പില ഇങ്ങനെ മൂടി വെച്ചിരിക്കണേ? ഇത് ബീഫാണ് സാധനം. ആ അല്ലോ, ഇവിടുത്തെ സ്പെഷ്യൽ എന്താണ്? ബീഫും പോട്ടി. ആ പിന്നെ കപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ്. കപ്പ, പത്തിരി, രാവിലെ മാത്രം പൊറോട്ട. അതെ, ഫുള്ള് തീ തന്നെയാണ് എപ്പോഴും. അതെ, ഇതിന്ന് വെച്ചിട്ട് അത് അതിലേക്ക് വെച്ചതാ. ഇത് പുതിയ വെച്ചിട്ടുള്ളൂ അല്ലേ? ഇത് രാവിലെ വെച്ച് ഇത് രണ്ടാമത്തേത്. പൊടി മസാല ഒക്കെ ഇങ്ങനെ കിടന്ന് എല്ലാ സാധനവും ഉണ്ട്. കാണാൻ തന്നെ എന്തൊരു ശരീരത്തിന് പറ്റുന്ന എല്ലാ സാധനവും. ഇതെന്താ? അത് ബോട്ടിയാണ് അല്ലേ? അത് ഏകദേശം പകുതി വേവോ? അത് 4 മണിക്കൂർ വേണമെങ്കിൽ. തന്നെ ബീഫില് 2 മണിക്കൂർ മതി പോവാൻ. അപ്പൊ നമ്മള് കുക്കറിലൊക്കെ ഇട്ട് വേവിക്കുമ്പോ ഇതിപ്പോ എത്ര ഉണ്ട് ഏകദേശം? ഇത് 35 കിലോ. 35 കിലോ. ഒരു ദിവസത്തിൽ ഏകദേശം എത്ര ഉണ്ടാക്കുന്നുണ്ട് ബീഫ് മാത്രം? 60-70 വെക്കും. തീരുന്നനുസരിച്ച് വെക്കുക? അല്ല, ഇത് 2 പ്രാവശ്യം വെക്കും, 2 ചട്ടി. സാധനം കൊളസ്ട്രോൾ കുറയുന്ന. നിങ്ങളെല്ലാം കരിവേപ്പില ലേസല്ലേ ഇടുള്ളൂ. അതെ, നമ്മൾ കരിവേപ്പിലല്ല നല്ല. അതല്ല വെളുത്തുള്ളി കണ്ടില്ല, വെളുത്തുള്ളി ഇഷ്ടം പോലെ ഉണ്ടില്ല. അത് വെളുത്തുള്ളി, ഇഞ്ചി ഉണ്ടല്ലേ, ഇളകായിട്ടാ ഭാഗത്ത് കണ്ടില്ലേ, വെളുത്തുള്ളി, ഇഞ്ചി, എല്ലാ സാധനവും. തിരുവനന്തപുരം ഒരുപാട് ആൾ വരുന്നുണ്ടല്ലോ അവിടെ ഭക്ഷണിക്കാൻ തന്നെ. തിരൂര്, എറണാകുളം, തിരുവനന്തപുരം എല്ലാം വരുന്നുണ്ട്. അതന്നെയാണ് ഇങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ പറയേണ്ട വീഡിയോയിൽ അതൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ നേരിട്ട് കാണാൻ ഇങ്ങോട്ട് വരണല്ലോ. അങ്ങനെ വന്നിട്ടില്ല. അപ്പൊ ഇതാണ് നജീബ് കളൊക്കെ വീഡിയോയിലൊക്കെ കാണുന്ന നജീബ് ക. എത്ര വർഷമായി നമ്മളെ ഈ പരിപാടി തുടങ്ങിയിട്ട്? ഇത് 38 വർഷമായി. ഓ, നിങ്ങൾ എന്നാ കൊണ്ടെടുക്കുന്നത്? ഇതെന്റെ മകനാ. ഭാര്യയുണ്ട്, ഭാര്യന്റെ ഏടത്തിന്റെ മക്കളുണ്ട്. അപ്പൊ നിങ്ങള് കുടുംബക്കാരായിട്ട് തന്നെ പരിപാടി ഇങ്ങനെ കൊണ്ടുപോകണാണ്. രാവിലെ എത്ര മണിക്ക് തുടങ്ങുക? രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 8 മണി വരെ. വെള്ളിയാഴ്ച ലീവ്, ഞായറാഴ്ച 6 മണി വരെ ഉണ്ടാവുള്ളൂ. ബീഫിന്റെ കൂടെ കഴിക്കാനുള്ളത് എന്താ? റൈസോ? ഉച്ചക്ക് ചോറുണ്ടാവും. ബാക്കിയുള്ള സമയം രാവിലെ പൊറോട്ട, വെള്ളപ്പം, പിന്നെ പത്തിരി, കപ്പ, ഇത്രയും സാധനം ഉണ്ടാവുള്ളൂ. ബീഫിന്റെ സാധനം ഉണ്ടാവില്ല, മീൻ്റെ ഉണ്ടാവുള്ളൂ. സാധാരണ ഹോട്ടലിൽ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ, അല്ലെങ്കിൽ ബീഫ് ആണെങ്കിൽ അതിന്റെ സാധനമാണ് കിട്ടുക. എന്റെ ഉണ്ടാവില്ല, എന്റെ ബീഫിന്റെ മീനിന്റെ ഉണ്ടാവുള്ളൂ. അത് മീൻ്റെ റെഡി ആക്കി വെച്ചിരിക്ക. ഇളക്കിക്കോട്ടെ. ഓ, എന്താ മീന്? അത് അയില. നല്ല കൊടംപുളിയൊക്കെ വെച്ചിട്ടുള്ള മീനിന്റെ കറിയാണ്. സ്ഥിരം കഴിക്കുന്നതാണ് ഇവിടുന്ന്? ഞാൻ രണ്ടാമത്തെ തവണയാണ്. ഇവര് എറണാകുളത്തുനിന്ന് വരികയാണ്. ഇത് കഴിക്കാൻ വന്നാ? അല്ലല്ല, ഞങ്ങള് വയനാട് വന്നാണ്. ഇവിടെ വന്ന സമയത്ത് ഇവർ പറഞ്ഞു ഇവിടെ അടിപൊളി ബീഫും ചോറും ഒക്കെ കിട്ടുമെന്ന്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ചോറ് കിട്ടിയില്ല. ബീഫ് എക്സ്പീരിയൻസ് ചെയ്യാന്ന് വെച്ചു. ഒരു ഇതെന്താണ് രണ്ടാമത്തെ പ്രാവശ്യമല്ലേ? ഞാൻ മൂന്നാമത്തെ തവണയാണ്. ഞാൻ വയനാട്ടുകാരനാണ്. ഇവിടത്തേക്കായിട്ട് വന്നിട്ടുണ്ട്. വൈകുന്നേരമാണ് വന്നത്. ഉച്ച സമയത്ത് ആദ്യമായിട്ടാണ് വന്നത്. ബീഫ് അടിപൊളിയാണ്. അപ്പോളേ നമുക്ക് ചോദിച്ചറിഞ്ഞാൽ മാത്രം പോരാ, നമുക്ക് കഴിച്ചിട്ടും കൂടെ അറിയാം. ഇവിടെ വയലെത്തുന്ന സമയത്ത് നമ്മൾക്ക് യഥാർത്ഥ രുചി എന്താണെന്ന് അറിയുള്ളൂ. ചോറുണ്ടാകും. 2 പൊറോട്ട, 2 പിന്നെ എന്താ പൊരിച്ച പത്തിരിയാ? പൊരിച്ച പത്തിരി. 2 പൊറോട്ടയും 2 പൊരിച്ച പത്തിരിയും ബീഫും. വരട്ടെ വെയിറ്റിംഗ് ആണ്. അതേട്ടാ, നമ്മൾ പറഞ്ഞ പഴംപൊരി, പൊറോട്ട, പൊരിച്ച പത്തിരി, ബീഫ് എത്തിയിട്ടുണ്ട്. എല്ലാം നമുക്ക് ഒരു പിടി അങ്ങോട്ട് പിടിക്കാം. ഫസ്റ്റ് പത്തിരി ആയിക്കോട്ടെ. നല്ല ചൂടാണ് കേട്ടാ.
പുകയൊന്നും കണ്ടില്ലേ. അത് രക്ഷയില്ല കേട്ടോ. ഒന്ന് പഴംപൊരി എടുത്തോക്കാം. അയ്യോ ചൂടായിട്ട് ബീഫ് ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര ടേസ്റ്റ്. തള്ളുന്നല്ല, സത്യമായിട്ട് പറയുന്ന. ടോവിനോ തോമസ് ഒരു സിനിമയിൽ പറയണ്ടല്ലോ, അതേപോലെ നമുക്ക് ഒരു പീസ് പൊറോട്ട എടുക്കുക, എന്നിട്ട് അതിങ്ങനെ പിടിക്കുക, എന്നിട്ട് അത് ഉണ്ടല്ലോ അങ്ങനെ സൂപ്പർ സൂപ്പർ സൂപ്പർ. ഒന്നും പറയാനില്ല, ഭയങ്കര ടേസ്റ്റ്. ബീഫ് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഒന്നും പറയാനില്ല, അത്രക്കും ടേസ്റ്റ്. ഇതിനപ്പുറം ഞാൻ എന്താ പറയുക, അത്രക്കും മാന്യതയിലേക്ക് വീഡിയോയിൽ പറയാൻ പറ്റുള്ളൂ കേട്ടോ. ബാക്കി ഇനി വീഡിയോയിൽ കാണിക്കാത്ത മാന്യതയോടുകൂടി ഞാൻ അത് കഴിക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ തെറ്റപ്പം ബൈ.